ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനൊന്ന് വെൽനസ് സെൻറ്റർ വരെ പോയി, അതുവഴി മോളെ ഒന്ന് സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുത്തേക്കാം, നിങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതനുസരിച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമായിരുന്നു പോയത്. ഒരു ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ 2 മണി വരെ ഉള്ളൂ വെൽനസ് സെൻറ്റർ കേട്ടോ. അപ്പം ഞാനൊരു 1:30 ആയപ്പോൾ പോയി, കാരണം മോളെ 2 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിടത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചാൽ അതുവഴി മോളെ വിളിച്ചുകൊണ്ട് വരാമെന്ന്. നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ വെൽനസ് സെൻറ്ററിലേക്ക് ഒരു 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി നല്ല അടിപൊളിയാട്ടോ, കാരണം നല്ല മരങ്ങളും ഒക്കെ ഉള്ള ഒരു ക്വാർട്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ വെൽനസ് സെൻറ്ററിലെത്തി. വെൽനസ് സെൻറ്റർ എന്ന് വെച്ചാൽ CGHS കാർഡുള്ളവർക്ക് കാണിക്കാം, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനും അവരുടെ ഫാമിലിക്കും കാണിക്കാം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, കാരണം ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിന് മുന്നേ നമ്മളിവിടെ വന്നതായിരുന്നു കേട്ടോ കാണിക്കാൻ. അപ്പോൾ ഇവിടെ മരുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഇൻറ്റൻറ്റ് ചെയ്ത് തന്നു. അപ്പം വരുന്ന സമയത്ത് നമുക്ക് ഫോണിൽ മെസ്സേജ് വരും, അന്നേരം വന്ന് വാങ്ങിച്ചാൽ മതി. അപ്പം ഞാൻ മരുന്ന് വാങ്ങിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ കൗണ്ടറിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ഒരു 3 പേരെ ഉള്ളായിരുന്നു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ഈ 3 പേര് പോയതിന് ശേഷം ഞാൻ ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ അല്ല ഇൻറ്റൻറ്റ് മെഡിസിനൊക്കെ വാങ്ങിക്കുന്നത്, അങ്ങ് ഫ്രണ്ട് മെഡിസിൻ കൗണ്ടറിലാണ് എന്നും. പിന്നെ ഞാൻ അവിടുന്ന് ഫ്രണ്ടിൽ വന്നു, പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് പിന്നെ മെഡിസിനൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അന്നേരം തന്നെ ഇറങ്ങി കേട്ടോ, കാരണം ഞാൻ ലേറ്റ് ആവുമെന്ന് കരുതി. പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 1:40 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിറങ്ങിയിരുന്നു കേട്ടോ. 2:05 കഴിയുമ്പോഴാണ് മോളെ സ്കൂളിൽ നിന്ന് വിടുന്നത്. അതുകൊണ്ട് ഞാൻ പയ്യെ ഇങ്ങനെ നടക്കുക കേട്ടോ, കാരണം ഇത്രയും ലേറ്റായി ചെയ്യില്ല. പിന്നെ വിചാരിച്ച് പാർക്കിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ റോഡ് വഴിയാണ് വന്നത്. അപ്പം നമ്മൾ ഈ റോഡ് വഴിയാണ് ഇനി സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ. ഒരു 500 മീറ്റർ നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്ന് 500 മീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ ക്വാർട്ടേഴ്സ് വഴിയെല്ലാം കയറി ഇറങ്ങിയാൽ പോകുന്നത് കേട്ടോ. ഇവിടെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഒറ്റയ്ക്കായാലും അതിന് രാത്രിയിലായാലും പോകാം കേട്ടോ. സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. അങ്ങനെ പെണ്ണുങ്ങൾ രാത്രി ഇറങ്ങിയ പ്രശ്നം അങ്ങനെയൊന്നുമില്ല കേട്ടോ. എപ്പോൾ ഇറങ്ങിയാലും ലേഡീസേ ഉള്ളൂ ഇവിടെ. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം എന്നാൽ പാർക്കിലോട്ടൊന്ന് കയറിയിരിക്കാം, കാരണം 1:40 ആയതേ ഉള്ളായിരുന്നു. അപ്പോൾ സ്കൂളിൻ്റെയും ഈ വെൽനസ് സെൻറ്ററിൻ്റെയും നടുക്ക് ആയിട്ട് വരും കേട്ടോ പാർക്ക്. അപ്പം ഞാൻ വിചാരിച്ചു പാർക്കിൽ കയറിയിരിക്കാൻ, ടൈം ആകുമ്പോൾ അങ്ങോട്ട് സ്കൂളിലോട്ട് പോകാമല്ലോ എന്ന് കരുതി. അങ്ങനെ കുറച്ച് വെയിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വെയിലൊന്നും കൊള്ളാം എന്ന്, കാരണം നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു അന്നത്തെ ദിവസം, അതുകൊണ്ട് കാറ്റ് നല്ലതുപോലെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സ്ഥിരം വെയിലൊക്കെ കൊണ്ടതിന് ശേഷം അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ ഒരു കസേരയിൽ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് അവിടെ എല്ലാം പാർക്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല മരമാണ് ഈ പാർക്കിലൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കും. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും വന്നിരിക്കുന്നത് ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കൂട്ടം ചേർന്ന് ഇരിപ്പൊക്കെ കുറവാണ് കേട്ടോ. എല്ലാവരും ഒറ്റയ്ക്കൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ സയൻസിൻ്റെ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക കേട്ടോ കുട്ടികൾ. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ പാർക്കിൽ കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ പയ്യെ ഇറങ്ങി കേട്ടോ. ടൈമായപ്പോൾ അവിടെ നിന്നിട്ട് സ്കൂളിലോട്ട് നടന്നു പോയി. അപ്പോഴത്തേക്കും അവിടെ ഗേറ്റൊക്കെ തുറന്ന് കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കത്തേ ഉള്ളൂ, മോളിങ്ങനെ തനിയെ ഇറങ്ങി വന്നുള്ളൂ കേട്ടോ. അവരെ വന്ന് ലൈനായിട്ട് ഇവിടെ നിർത്തും ഓരോ ക്ലാസ്സിനെ കൊണ്ടുവന്നു. അപ്പോൾ മോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇയാളെ സ്ഥിരം ഇവിടെ കാവലിരിക്കുന്നത് കേട്ടോ. ഒരു പട്ടി എപ്പോഴും അവിടെ നിൽക്കും കേട്ടോ. ഞാൻ ഒരു ദിവസം കാണിച്ചേക്കാം. അപ്പോൾ ഞങ്ങൾ പകുതി അങ്ങ് ചെന്നപ്പോഴാണ് മോള് പറയുന്നത് ഫ്രണ്ടിൻ്റെ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ഓടും കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫ്രണ്ട് അങ്ങ് പോയി. പിന്നെ ആ ബോട്ടിലുമായിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടുന്നേ കാര്യം ഇങ്ങനെ സംസാരിച്ച് സ്കൂളിലെ വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകും കേട്ടോ. വഴക്കും എല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇങ്ങനെ വഴിയിലേ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഞാൻ ഇവളുടെ കഥ, സ്കൂളിലെ കഥ 2 ട്രിപ്പ് കേൾക്കേണ്ടി വരും. ഒന്ന് ഇപ്പം ഇങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ പറയുന്നത്, രണ്ടാമത്തെ തവണ അവരുടെ അപ്പായിയുടെ അടുത്ത്, അപ്പായി എന്ന് വെച്ചാൽ അച്ഛനെ അപ്പായി എന്നാട്ടാണ് വിളിക്കുന്നത്. അപ്പം അപ്പായിയുടെ അടുത്ത് പറയുമ്പോഴും ഞാൻ ഇരുന്ന് കേൾക്കേണ്ടി വരും. ഞാൻ 2 തവണ ഞാനിത് കേൾക്കേണ്ടി വരും കേട്ടോ.
ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത ദിവസം സ്കൂളിൽ ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലാണ് ഇങ്ങനെ നടക്കുന്നത്. കാരണം ക്ലാസ് ഇല്ലല്ലോ അടുത്ത ദിവസം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കഥകളും ഒക്കെ ഇങ്ങനെ പറയും. സ്കൂളിൽ പിന്നെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിടുന്നതും പിന്നെ ഒരുമിച്ച് ചേരുന്നതും പിന്നെ ഫ്രണ്ട്സ് എന്തൊക്കെ പറയുന്നു അതെല്ലാം ഒരുപാട് കഥകളാണ് കേട്ടോ. കഥകൾ തീരില്ല. ഞാനും മോളും അതേ സ്ഥിരമായി ഒരു റൂട്ട് വരില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ പല റൂട്ട് കണ്ടുപിടിച്ച് വരും. ഇവിടെ ആണെങ്കിൽ എല്ലാം ഈ ക്വാർട്ടേഴ്സിനകത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി പോയാലും ഇതുവഴി പോയാലും എവിടെ ചെല്ലാമെന്നൊക്കെ ഞാനും മോളും ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പല റൂട്ടിൽ കൂടെ ഒക്കെ കയറിയായിരിക്കും വീട്ടിൽ ചെല്ലുന്നത്. അപ്പം വീടെത്താറായി കേട്ടോ. എന്നിട്ട് ഇയാളുടെ കഥകളൊന്നും തീർന്നിട്ടില്ല. ഇയാൾ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കാണിച്ചിട്ട് എന്തോ നിൽക്കുന്നത് പശുവോ കാളയോ കണ്ടോ കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ കണക്ക് പശുവിനെയും കാളയൊന്നും കെട്ടിയിടത്തില്ല. ഇവിടെ ഇങ്ങനെ അഴിച്ചിട്ടേക്കുക കേട്ടോ. എല്ലാം ഇങ്ങനെ അങ്ങ് നടന്നോളും. ഇങ്ങനെ ചിലയിടത്തൊക്കെ ഉപദ്രവിക്കുമെന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ